ഗാസയിലെ കുപ്രസിദ്ധമായ ഹമാസ് തുരങ്കങ്ങളിൽ ഇസ്രായേലി സൈന്യം മിന്നലാക്രമണം നടത്തിയത് നമുക്കെല്ലാവർക്കും അറിയാം. ഹമാസ് ഭീകരരുടെ ഒളിത്താവളങ്ങളായ ഈ തുരങ്കങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് മുന്നിൽ വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. ഇത്തരം തുരങ്കങ്ങൾ ഗാസയിൽ നിന്ന് ഇസ്രായേലിന്റെ അതിർത്തിക്കുള്ളിൽ വരെ എത്താൻ ഹമാസ് ഭീകരരെ സഹായിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഹമാസ് ബന്ദികളാക്കിയ 240 പേരിൽ പലരെയും ഇത്തരം തുരങ്കങ്ങളിലാണ് താമസിപ്പിച്ചിരുന്നത്. അതിവിശാലമായ തുരങ്കങ്ങളുടെ ശൃംഖലയാണ് ഗാസ മുനമ്പിന് കീഴിലുള്ളത്. ഒരു വശത്ത് ഈജിപ്തിലേക്കും മറുവശത്ത് ഇസ്രായേലിലേക്കും നീളുന്ന ഈ തുരങ്കങ്ങളുടെ ശൃംഖലകളിലൂടെയാണ് ഹമാസ് ഭീകരർ മനുഷ്യക്കടത്തുൾപ്പെടെ നടത്തുന്നത്. ഗാസ മെട്രോ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന കിലോമീറ്ററുകൾ നീളമുള്ള ഈ തുരങ്കങ്ങളിലൂടെയാണ് റോക്കറ്റുകളും വെടിമരുന്നുകളും ആയുധങ്ങളും ഹമാസ് ഭീകരർ ഗാസയിലേക്ക് എത്തിക്കുന്നത്. 500 കിലോമീറ്ററുകളോളം നീളമുള്ള തുരങ്കങ്ങൾ കഴിഞ്ഞ വർഷം മാത്രമായി നിർമ്മിച്ചതായാണ് ഹമാസിന്റെ അവകാശവാദം. സാധാരണക്കാർക്ക് വീടുകൾ നിർമ്മിക്കുവാനായി അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ നൽകുന്ന കോൺക്രീറ്റും സിമെന്റും ഉപയോഗിച്ചാണ് ഹമാസ് ഈ തുരങ്കങ്ങൾ നിർമ്മിക്കുന്നത്. തുരങ്കങ്ങളിൽ ആക്രമണം നടന്നാൽ ചെറിയ കുട്ടികളെ ഉൾപ്പെടെ മുന്നിൽ നിർത്തി മനുഷ്യവേലികൾ കെട്ടിയാണ് ഹമാസ് ഭീകരർ രക്ഷപ്പെടുന്നത്. ഈ തുരങ്കങ്ങളിലാണ് ഇസ്രായേൽ സൈന്യം നേരിട്ട് കയറി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരുന്നത്. 8000-ഓളം പേർ ഇതുവരെ ഇസ്രായേൽ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ഗാസ അധികൃതർ പറയുന്നത്. ഹമാസിനെ ആക്രമിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കണമെന്നും സാധാരണക്കാർക്ക് രക്ഷപ്പെടാൻ അവസരം നൽകണമെന്നും ഇസ്രായേലിനോട് പല ലോകരാജ്യങ്ങളും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സാധാരണക്കാർക്ക് അടിസ്ഥാന സഹായങ്ങൾ എത്തുന്നതുവരെ തൽക്കാലം പ്രത്യാക്രമണം നിർത്തിവെക്കണമെന്നാണ് അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും ഇസ്രായേലിനോട് പറഞ്ഞത്. അതേസമയം ഒരു കാരണവശാലും യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോവില്ലെന്നും ഹമാസിനെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിട്ടുണ്ടായിരുന്നു. വെടിനിർത്തലിന് വേണ്ടിയുള്ള ആവശ്യം ഹമാസിന് മുന്നിൽ ഇസ്രായേൽ കീഴടങ്ങണമെന്ന ആവശ്യത്തിന് തുല്യമാണ്. ഭീകരവാദത്തിന് മുന്നിൽ കീഴടങ്ങണമെന്ന ആവശ്യത്തിന് സമാനമാണത്. മൃഗീയതയ്ക്ക് മുന്നിൽ കീഴടങ്ങണമെന്ന ആവശ്യം പോലെയാണത്. അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ബന്ദികളാക്കപ്പെട്ട 3 സ്ത്രീകൾ നെതന്യാഹുവിനെ കുറ്റം പറയുന്നതായുള്ള വീഡിയോ ഹമാസ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു. ക്രൂരമായ കുപ്രചരണം എന്നാണ് നെതന്യാഹു ഇതിനോട് പ്രതികരിച്ചത്.